വെൽക്കം എവരിബഡി. ഇന്ന് നമ്മൾ PSC LDC കണ്ണൂർ 8/8/2007 ഇംഗ്ലീഷ് ചോദ്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. PSC LDC കണ്ണൂർ 8/8/2007 ഇംഗ്ലീഷ്. ആദ്യത്തെ ചോദ്യം 71 മുതൽ 90 വരെയാണ് ഇംഗ്ലീഷ് ചോദ്യ പേപ്പറിലുള്ളത് നമ്മുടെ സീരീസിൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. ദ മീനിങ് ഓഫ് റെസ്റ്റീവ് ഇസ് എന്നാണ്. റെസ്റ്റീവ് എന്നുള്ള വാക്കിന് അസ്വസ്ഥനായ എന്ന അർത്ഥമാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. അപ്പോൾ 71-ന് ആൻസർ അൺഈസി എന്ന് എഴുതണം. എപ്പോഴാണ് നമ്മൾ റെസ്റ്റീവായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഒരാൾ കൺട്രോൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ പുറത്ത് എല്ലാ കുട്ടികളും കളിക്കണോ, നമ്മൾ മാത്രം വീട്ടിലിരുന്ന് പഠിക്കണം, അങ്ങനെ കൺട്രോൾ ചെയ്ത് വീട്ടിൽ അച്ഛനമ്മമാരിരുത്തുമ്പോൾ കുട്ടികൾക്ക് പുറത്ത് പോകണം എന്നുണ്ടാകും. അപ്പോൾ മനസ്സ് മുഴുവൻ പുറത്തായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ റെസ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൺട്രോൾഡ് എൻവിറോൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ പുറത്ത് പോകാൻ ചാടിക്കളിക്കാനായിട്ടുള്ള മനസ്സും ശരീരവും തയ്യാറായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണത്. അപ്പോൾ അൺഈസി 71A ആണ് കറക്റ്റ് ആൻസർ. 72. ദി മീനിങ് ഓഫ് റെസ്യൂം ഇസ്. റെസ്യൂം പറയുന്നത് നിർത്തിവെച്ചത് വീണ്ടും തുടങ്ങുക എന്നൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം വെച്ച് നോക്കുമ്പോൾ അസംഷൻ അല്ല, അസ്യൂം ചെയ്യണത്, എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണത്, സമ്മറി ഒന്നിൻ്റെ ചുരുക്കം പറയണത്, കൺജങ്ക്ചർ എന്നാലുണ്ട്. അപ്പോൾ നമ്മൾ റെസ്യൂം എന്നുള്ളതിന് നമ്മൾ റെസ്യൂമേ കൊടുത്തു, CV കൊടുത്തു എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു റെസ്യൂം ഉണ്ടല്ലോ, നമ്മൾ റെസ്യൂം പ്രിപ്പയർ ചെയ്തു എന്നുള്ളത്. ആ റെസ്യൂമിൻ്റെ മീനിങ് സമ്മറി എന്നാണ് വരുന്നത്. നമ്മളെ കുറിച്ചിട്ടുള്ള ചുരുക്കം. 2 പേജിലുള്ള നമ്മുടെ ഓട്ടോബയോഗ്രാഫി. ഇന്ന് വരെ നമ്മൾ എന്ത് ചെയ്തു, എന്ത് പഠിച്ചു, എന്ത് ജോലി ചെയ്തു, എന്തെല്ലാം കഴിവുകളുണ്ട്, നമ്മൾ ആരാണ് എന്ന് 2 പേജിൽ പറയുന്ന സമ്മറിയാണ് നമ്മൾ റെസ്യൂം എന്ന് വിളിക്കുന്നത്. റെസ്യൂമിൻ്റെ വേറെ ഒരു അർത്ഥം വെർബായിട്ട് നോക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്തതിനെ വീണ്ടും തുടങ്ങി. കമ്പനി റെസ്യൂംഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്, DHL റെസ്യൂംഡ് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ, അങ്ങനെ പറയുന്നത് വീണ്ടും തുടങ്ങി എന്നുള്ളത് അർത്ഥം. അപ്പോൾ നമ്മൾ വെർബായിട്ട് വയ്ക്കുമ്പോൾ വീണ്ടും തുടങ്ങിയെന്ന് അർത്ഥം കൊടുക്കും. റെസ്യൂം എന്നുള്ളത് ഒരു നൗണായിട്ട് അഡ്ജക്റ്റീവായിട്ട് എടുക്കുമ്പോൾ സമ്മറി എന്നുള്ള മീനിങ് എടുക്കും. 72-ൻ്റെ ആൻസർ C. 73. ദ ഓപ്പോസിറ്റ് ഓഫ് അബണ്ടൻസസ്. അബണ്ടൻസ് പറഞ്ഞാൽ നിറയുണ്ട്. ഇന്ത്യ ഈസ് ഹാവിങ് അബണ്ടൻറ്റ് മോൺസൂൺ റെയിൻ. ദി ഈക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഹാസ് അബണ്ടൻറ്റ് ഓഫ് ട്രീസ് ആൻഡ് സൺലൈറ്റ്. അബണ്ടൻസ് പറഞ്ഞാൽ നിറയുള്ളത്. അപ്പോൾ സ്കാർസിറ്റി പറയണത് ഒന്നുമില്ലാത്തത്. സ്കാർസിറ്റി നമുക്ക് ദ പുവർ ഹാവ് സ്കാർസിറ്റി ഓഫ് ഫുഡ്, പുവർ ഹാവ് സ്കാർസിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, പുവർ ഹാവ് സ്കാർസിറ്റി ഓഫ് ബെറ്റർ ലൈഫ്. സ്കാർസിറ്റി പറയണത് ആവശ്യത്തിന് ഇല്ല എന്നുള്ളത്. സ്ലാക്ക് പറയണത് കാര്യങ്ങൾ പതുക്കെ നടക്കണില്ല, നിറയെ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ് സ്ലാക്ക്നെസ്. ഫാമിൻ പറയണത് ഭക്ഷണ ഉൽപ്പാദനം പറ്റാതെ വരുമ്പോൾ ഫാമിൻ ഉണ്ടാകും. കാരണം ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട്, സപ്ലൈ ഓഫ് ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഫാമിൻ വരുന്നത്. അതിന് അതായത് മഴയില്ലാതെ വരുമ്പോൾ, മോൺസൂൺ ഫെയിൽ ആകുമ്പോൾ കൃഷി നഷ്ടം വരും. അപ്പോൾ ഫാമിൻ വരും, ഭക്ഷണം പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത്. ഡ്രോട്ട് എന്ന് പറയുന്നത് ഈ മഴയില്ലാതിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഡ്രോട്ട്. അപ്പോൾ ഡ്രോട്ട് കാരണം ഫാമിൻ വരും, അത് കാരണം സ്കാർസിറ്റി വരും. അപ്പോൾ അബണ്ടൻസ് പറയുന്നത് നമ്മൾ സ്കാർസിറ്റി എന്നാണ് നമ്മളിവിടെ മീനിങ് എടുക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ്, അബണ്ടൻസിൻ്റെ ഓപ്പോസിറ്റ് സ്കാർസിറ്റി. അധികമുള്ളത് അബണ്ടൻസ്, ഇല്ലായ്മ സ്കാർസിറ്റി. 74. 73-ൻ്റെ ആൻസർ A. 74. ദി ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ട്രാൻസ്പെറൻറ്റ്. ട്രാൻസ്പെറൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. ട്രാൻസ്പെറൻറ്റ് നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ ഡേ ടു ഡേ യൂസിൽ ഉപയോഗിക്കുന്നത് ഗ്ലാസ്, ഇതേ നോക്കിയാൽ അതിയെ കാണും എന്നുള്ളത് ട്രാൻസ്പെറൻറ്റ്. അവൻ ഒരു ട്രാൻസ്പെറൻറ്റ് മനുഷ്യനാണ്, ഒരു സത്യവും ഉള്ളിൽ ഒളിച്ചു വെക്കില്ല, എല്ലാം തുറന്ന് പറയും എന്നുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതാണ് നമ്മൾ അർത്ഥം വരുന്നത്. അപ്പോൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് നമ്മളതിനെ നോക്കി പഠിക്കുക. നന്നായി ഒബ്സർവേഷൻ ഉണ്ട്. അവനെ 1 മിനിറ്റ് കൊണ്ട് കണ്ടാലും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും. ആ വീട്ടിൽ ഏത് സാധനം എവിടെ വെച്ചിട്ടുണ്ടെന്ന് അവനറിയും. അത് ഒബ്സർവേഷൻ. ഒബ്റ്റ്യൂസ് എന്നുള്ള വാക്ക് അക്യൂട്ട് ആംഗിൾ, അബ്റ്റ്യൂഡ്സ് ആംഗിൾ എന്ന് നമ്മൾ മാത്സിൽ പഠിക്കാറില്ലേ. 90യെക്കാട്ടിലും ചെറുത് അക്യൂട്ട്, 90യെക്കാട്ടിലും വലുത്, ഡിഗ്രീസ് 91 ഡിഗ്രീസ് ഉണ്ടെങ്കിൽ അബ്റ്റ്യൂസ് എന്ന് നമ്മൾ പഠിക്കുന്ന അബ്റ്റ്യൂസ് ആംഗിളിൻ്റെ അബ്റ്റ്യൂസ്. ഒപ്പേക്ക് പറയണത് പിന്നെ പേപ്പർ, ലെതർ, ക്ലോത്ത് പോലെ, വുഡ് എന്നുള്ളത് പോലെ വെളിച്ചത്തിനെ അപ്പുറത്തേക്ക് കടത്തി വിടാത്തതിനെ നമ്മൾ ഒപ്പേക്ക് എന്ന് പറയും. ട്രാൻസ്ലൂസൻ്റ് പറയുന്നത് കുറച്ച് വെള്ളത്തിനെ കടത്തി വിടും, പക്ഷേ അതേ കളറിൽ അതേ ഡയറക്ഷനിൽ നമുക്ക് കിട്ടില്ല ലൈറ്റ് അപ്പുറത്തേക്ക്. അത് ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയും. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് ആയിട്ട് ഇവിടെ നമ്മൾ എടുക്കാൻ പറ്റുന്നത് 74-ൽ A, അബ്സർവ് എന്നുള്ളതാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് ഓപ്പോസിറ്റ് ഒപ്പേക്ക്. ട്രാൻസ്പെറൻറ്റ് വെളിച്ചത്തിനെ കടത്തിവിടും, ഒപ്പേക്ക് ലൈറ്റിനെ കടത്തി വിടില്ല. വുഡ് ഒപ്പേക്കാണ്, ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആണ്. 74C. 75. ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഇസ് സൈക്കെ, ജാനസ്, അപ്പോളോ, ജൂനോ. ഇതെല്ലാം ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് കടം വാങ്ങിയ വാക്കുകളാണ്. അതിൽ അപ്പോളോവിൽ 2 P എഴുതിയിട്ടുണ്ട്, നമ്മൾ 1 P ഉപയോഗിക്കാറുള്ളൂ. 75C ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. എന്ത്? റോങ്ലി സ്പെൽഡ് വേർഡ്. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 76 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 76. ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഇസ്, ഇതിൻ്റെ സ്പെല്ലിംഗ് ആണ് തെറ്റ്. എക്സ്പെരിമെൻ്റൽ, എക്സോർബിറ്റൻറ്റ്, എക്സിബിഷൻ, എലിമെൻ്റൽ.
EXORBITANT ആണ് എക്സോർബിറ്റൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. അതിലവർ ഹെച്ച് വേണ്ട, EXH എന്ന് വേണ്ട, EXOR എന്നുള്ളത് മതി. എക്സ്പെരിമെൻ്റൽ കറക്റ്റാണ്. എക്സ്ഹിബിഷൻ ഹെച്ച് അവിടെ വേണം. എലിമെൻ്റൽ കറക്റ്റാണ്. എക്സോർബിറ്റൻ്റെ ഹെച്ച് വേണ്ട, EXOR. അപ്പോൾ 76ൻ്റെ കറക്റ്റ് ഓപ്ഷൻ ബി. 77. ഇഫ് വിൻ്റർ കംസ് ക്യാൻ ഡാഷ് ബി ഫാർ ബിഹൈൻഡ്. ഇതൊരു എന്താ പറയുക, സേയിങ്സ് എന്ന് പറയും, കൊട്ടേഷൻ എന്നോ അല്ലെങ്കിൽ പ്രോവർബല്ല, സാധാരണ ഒരു യൂസേജ്. ഈ യൂസേജ് അനുസരിച്ച് ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. വിൻ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്പ്രിങ് വരും. വിൻ്റർ നമുക്ക് എത്തിയെന്നുണ്ടെങ്കിൽ സ്പ്രിങ് വരുന്നുള്ളതിൽ സംശയം വേണോ എന്നാണ്. ഓട്ടം, സമ്മർ എന്നല്ല ഉപയോഗിക്കാറുള്ളത്. ഇതെല്ലാം സീസൺസ് ആണെങ്കിലും ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ് ആണ് കറക്റ്റ് ഓപ്ഷൻ 77D. 78. At the function organized by the Department of Tourism, the first batch of French tourists were accorded a rousing reception. റൗസിംഗ് എന്ന് പറയുമ്പോൾ റൗസിംഗ് റിസപ്ഷൻ, നല്ലൊരു സ്വീകരണം കൊടുത്തു. മേളവും വാദ്യവും ഒക്കെ ഉള്ള നല്ലൊരു സ്വീകരണം കൊടുത്തു എന്നാണ് നമ്മൾ പറയാൻ വരുന്നത്. അപ്പോൾ ഈ റൗസിംഗ് എന്നുള്ളത് കോൺസണൻ്റ് ആയതുകൊണ്ട്, വൊവൽ അല്ലാത്തത് കൊണ്ട് ആൻ എന്ന് നമ്മൾ ഉപയോഗിക്കില്ല. ദ റൗസിംഗ് റിസപ്ഷൻ ഡെഫിനറ്റ് ആർട്ടിക്കിൾ പറയില്ല, ഒരു റിസപ്ഷൻ അല്ല ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എ റൗസിംഗ് റിസപ്ഷൻ എന്ന് പറയും. 78ൻ്റെ ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി. 78D ആൻസർ എ. 78 ഓപ്ഷൻ ഡി ആൻസർ എന്നുള്ളത് എ എന്നാണ്, എ റൗസിംഗ് റിസപ്ഷൻ. 79. I am too busy today. I will be glad to answer your questions on dash occasion. ഇന്ന് ഞാൻ തിരക്കിലാണ്. നിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പിന്നീട് ഒരു സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ പിന്നീട് ഒരു സമയത്ത് പറഞ്ഞു തരാം എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഓൺ അതർ അക്കേഷൻ, ഓൺ അനദർ അക്കേഷൻ, ഓൺ സം അക്കേഷൻ, ഓൺ ഓൾ അക്കേഷൻ. ഓൾ എന്ന് വരില്ല, എല്ലാ സമയത്തും പറഞ്ഞു തരാമെന്നല്ല. അനദർ പറഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എന്നാണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പോൾ 79ൽ നമ്മൾ ബി ആണ് ഉപയോഗിക്കുന്നത്. അനദർ പറഞ്ഞാൽ വേറൊരു സന്ദർഭത്തിൽ എന്നുള്ളത്. അതർ പറഞ്ഞാൽ വേറെ എന്ന് മാത്രമേ വരുന്നുള്ളൂ. സം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്ന്. അനദർ പറയുമ്പോൾ ഈ സമയത്തല്ലാണ്ട്, ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടി, നീ ചോദ്യം ചോദിച്ചു, എനിക്ക് ഉത്തരം പറയാൻ സമയമില്ല, അടുത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ, അടുത്ത സന്ദർഭത്തിൽ, ഇതുപോലെ ഇനിയൊരു സൗകര്യം വരുമ്പോൾ എന്ന് പറയുന്നത് അനദർ അക്കേഷൻ. I will be glad to answer your questions on another occasion. ഇപ്പോൾ നമ്മളൊരു പ്രസ് മീറ്റ് വെക്കുകയാണ്, എല്ലാ ചോദ്യം പ്രസ്സുകാർ ചോദിച്ചു, ഒരു മന്ത്രി ഉത്തരം പറഞ്ഞു, ലാസ്റ്റ് ചോദ്യം പറയാൻ താല്പര്യമില്ല പറയുമ്പോൾ നമ്മളെന്ത് പറയും, ഇപ്പോൾ എനിക്ക് സമയമായി, ഞാൻ തിരക്കിലാണ്, ഇനിയൊരു സമയത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം തരാം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഓൺ അനദർ അക്കേഷൻ. ആൻസർ യുവർ ക്വസ്റ്റ്യൻസ് ഓൺ അനദർ അക്കേഷൻ. 79B. 80. സ്റ്റഡി വെൽ ലെസ്റ്റ്. ഇതും നമ്മൾ സാധാരണ പറയുന്നത് സ്റ്റഡി വെൽ ലെസ്റ്റ് യു വിൽ ഫെയിൽ എന്നാണ് സാധാരണ ഈ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകാറുള്ളത്. 80 ഓപ്ഷൻ എ. എന്തുകൊണ്ടാണ് യു വിൽ ഫെയിൽ എന്ന് പറയുന്നത്, യു ക്യാൻ ഫെയിൽ എന്ന് പറയാത്തത്? പഠിച്ചില്ലെങ്കിൽ ഫെയിലാകും, യു ക്യാൻ അല്ല യു വിൽ. പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫെയിലാകും. നീ ഫെയിലാകാനുള്ള സാധ്യതയുണ്ട് എന്നല്ല പറയുക, പഠിച്ചില്ലെങ്കിൽ ഫെയിലാകുക എന്നുള്ളത് സാധാരണ എല്ലാവർക്കാണത്. യു ഷുഡ് ഫെയിൽ പറഞ്ഞാൽ നീ തീർച്ചയായും ഫെയിലാകണം എന്ന് നമ്മൾ നിർബന്ധിക്കുകയാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. യു മസ്റ്റ് ഫെയിൽ, അതും ഒരാളെ കൊണ്ട് നിർബന്ധിക്കുകയാണ്. നീ പഠിക്കാതെ വീണ്ടും തീർച്ചയായിട്ടും ഫെയിലാവുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്നല്ല സംഭവിക്കണം. സ്റ്റഡി വെൽ, നന്നായി പഠിക്കൂ. ലെസ്റ്റ് ഇല്ലെങ്കിൽ യു വിൽ ഫെയിൽ, നീ ഫെയിലാവും. അപ്പോൾ 80ക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എയിലാണുള്ളത്, 80A. 81. I asked the porter where dash. അപ്പോൾ 80ക്ക് സ്റ്റഡി വെൽ ലെസ്റ്റ് യു വിൽ ഫെയിൽ എന്നുള്ളത് നമ്മൾ കണ്ടു. 81. I asked the porter where was the ticket counter, is the ticket counter, the ticket counter was, the ticket counter were. 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് വരുമ്പോൾ ഐ ആസ് ദ പോർട്ടർ വെയർ, ഞാൻ പോർട്ടറെ കൊണ്ട് ചോദിച്ചു വെയർ വാസ് ദ ടിക്കറ്റ് കൗണ്ടർ എന്നുള്ളതാണ് ഒരു ഫ്രേസ്. വെയർ വാസ് ദ ടിക്കറ്റ് കൗണ്ടർ, വെയർ ഈസ് ദ ടിക്കറ്റ് കൗണ്ടർ, 2 ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ആസ്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വെയർ വാസ് ദ ടിക്കറ്റ് കൗണ്ടർ എന്ന് നമ്മൾ പറയും. 81ൻ്റെ ഓപ്ഷൻ 81ന് വെയർ ദ ടിക്കറ്റ് കൗണ്ടർ വാസ്, വെയർ ദ ടിക്കറ്റ് കൗണ്ടർ വെയർ ഈസ് ദ ടിക്കറ്റ് കൗണ്ടർ 4ഉള്ളതിൽ വെയർ എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നെങ്കിലും ടിക്കറ്റ് കൗണ്ടർ എന്നുള്ളതാണ് ഇതിൽ എല്ലാറ്റിലുള്ളത്, കൗണ്ടേഴ്സ് എന്നില്ല. അപ്പോൾ നമ്മൾ വേർ ആർ എന്നുള്ളത് ഉപയോഗിക്കില്ല. അപ്പോൾ ആസ്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വാസ് ഉപയോഗിക്കണം, സിംഗുലർ ആയതുകൊണ്ട് വേർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഐ ആസ് ദ പോർട്ടർ വേർ ദ ടിക്കറ്റ് കൗണ്ടർ വാസ്. നമ്മൾ ഒരു ചോദിച്ചു കഴിഞ്ഞു, എന്നിട്ട് വേറെ ഒരാളെ കൊണ്ട് പറയുകയാണ്, ഞാൻ പോർട്ടറെ കൊണ്ട് ചോദിച്ചു വേർ ദ ടിക്കറ്റ് കൗണ്ടർ വാസ്. നമ്മളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ വേർ ഈസ് ദ ടിക്കറ്റ് കൗണ്ടർ എന്ന് ചോദിക്കാം. ഐ ആം ആസ്കിങ് ദ പോർട്ടർ വേർ ഈസ് ദ ടിക്കറ്റ് കൗണ്ടർ. അല്ലെങ്കിൽ പോർട്ടറെ നേരിട്ട് സംബോധന ചെയ്യുമ്പോൾ വേർ ഈസ് ദ ടിക്കറ്റ് കൗണ്ടർ എന്ന് നമ്മൾ ചോദിക്കാം.
ഇതിപ്പോൾ ഐ ആസ് എ ടിക്കറ്റ് കൗണ്ടർ വേർ ദ ടിക്കറ്റ് കൗണ്ടർ വാസ്. അപ്പോൾ ഞാൻ ചോദിച്ചു ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് വാസ് എന്നും ആസ്ക്ഡ് എന്നും പറയുന്നത്? ആസ്ക്ഡ് പാസ്റ്റ് ആയതുകൊണ്ട് വാസ്. ഇന്നത്തെ കാര്യം ഇന്ന് ടിക്കറ്റ് കൗണ്ടർ മാറ്റിയോ വേറെ സ്ഥലത്താണോ എന്നല്ല ചോദിക്കണത്. അന്ന് ഞാൻ ചോദിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ് എന്നും ചോദിച്ചു എന്ന് ഒരാളെ കൊണ്ട് പറയുമ്പോൾ ഐ ആസ് ദ പോർട്ടർ വേർ ദ ടിക്കറ്റ് കൗണ്ടർ വാസ്. 82. When the players returned home after an unsuccessful overseas tour, they were greeted with cat calls എന്നാണ് കറക്റ്റായിട്ട് നമ്മൾ പറയുക. എന്തുകൊണ്ട് വിത്ത് കാറ്റ് കോൾസ് എന്ന് പറയുന്നത്? കാറ്റ് കോൾസിൻ്റെ കൂടെ ടുവോ ബൈയോ ഫോറോ ഉപയോഗിക്കാൻ പറ്റില്ല. കാറ്റ് കോൾസ് എന്ന് വെച്ചാൽ എന്താ, ആ ടീം തോറ്റു മടങ്ങിയത് കൊണ്ട് നമ്മൾ കൂകുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക്, ഫോർ പറഞ്ഞാൽ അതിന് വേണ്ടി, അങ്ങനെയൊന്നും അല്ല പറയുക. വിത്ത് കാറ്റ് കോൾസ് പറഞ്ഞാൽ ഇങ്ങനെ ഊകി വിളിച്ച് പരിഹസിച്ചുകൊണ്ടാണ് ആ മടങ്ങി വന്ന ടൂറിന്, തോറ്റു മടങ്ങി വന്ന പ്ലെയേഴ്സിനെ നമ്മൾ സ്വീകരിച്ചത് എന്നുള്ളത്. വേർ ഗ്രീറ്റഡ് വിത്ത് കാറ്റ് കോൾസ്. 82ൻ്റെ ഓപ്ഷൻ ബി, 81ൻ്റെ ബി, 82ൻ്റെ ബി. 83. ആസ് സൂൺ ആസ് ഫൈനൽ ബെൽ വാസ് ഗിവൺ ദ ചിൽഡ്രൻ ഡാഷ് ഹോം. ആസ് സൂൺ ആസ് എന്ന് നമ്മൾ ഇതിനു മുമ്പും യൂസേജ് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അത് സംഭവിച്ചത് തന്നെ. നോ സൂണർ ദാൻ, ആസ് സൂൺ ആസ് എന്നൊക്കെ ഒരു ഫ്രേസ് വെർബ് യൂസ് ചെയ്യണം നമ്മൾ. ബെൽ അടിച്ച ഉടനെ തന്നെ, ആസ് സൂൺ ആസ് ദ ഫൈനൽ ബെൽ വാസ് ഗിവൺ, ഫൈനൽ ബെൽ അടിച്ച ഉടനെ തന്നെ ദ ചിൽഡ്രൻ ഡാഷ്ഡ് ഹോം, കുട്ടികൾ എന്ത് ചെയ്യും? ഹോം ആണെന്ന് എഴുതിയിരിക്കണം. അപ്പോൾ വീട്ടിലേക്ക് പോകും. എങ്ങനെയാണ് പോവുക? റഷ്, റഷിങ്, വിൽ റഷ്, റഷ്ഡ്. റഷ് പറഞ്ഞാൽ ഇപ്പോൾ പോവുക, റഷിങ് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്, വിൽ റഷ് പറഞ്ഞാൽ ഫ്യൂച്ചർ, റഷ്ഡ് പറഞ്ഞാൽ പാസ്റ്റ്. ആസ് സൂൺ ആസ് ദ ഫൈനൽ ബെൽ വാസ് ഗിവൺ എന്ന് പറഞ്ഞാൽ ബെല്ലടിച്ച് കഴിഞ്ഞു. ബെല്ലടിച്ച് കഴിയുമ്പോൾ എന്താ ചെയ്യുക? കുട്ടികളും പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആസ് സൂൺ ആസ് ദ ഫൈനൽ ബെൽ വാസ് ഗിവൺ ദ ചിൽഡ്രൻ റഷ്ഡ് ഹോം. ഓപ്ഷൻ ഡി. 83ന് ഡി ആണ് കറക്റ്റ് ആൻസർ. വിൽ റഷ് എന്ന് പറയില്ല. ബെല്ലടിച്ച ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ പോകും എന്നല്ല പറയുക. ബെല്ലടിച്ചു കഴിഞ്ഞല്ലോ. ആസ് സൂൺ ആസ് ദ ഫൈനൽ ബെൽ വാസ് ഗിവൺ, വാസ് ഗിവൺ ആണ്. അപ്പോൾ റഷ്ഡ്, ഓപ്ഷൻ ഡി എഴുതും. 83 ഡി. 84. The weather is clearing, it is time to dash. എന്താ സംഭവിക്കാൻ പോണ്? സെയിലിംഗ്, സെറ്റ് സെയിൽ, സ്റ്റാർട്ട് സെയിൽ, ബിഗിൻ സെയിൽ. കപ്പലുണ്ടാകുമല്ലോ. അപ്പോൾ ഈ പായോ അല്ലെങ്കിൽ ക്യാൻവാസോ കൊണ്ട് കാറ്റുകൊണ്ട് ഈ ബോട്ട് നീങ്ങണമെങ്കിൽ അത് സെയിൽ എന്ന് പറയും. അതിന് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് കാറ്റ് വരണമെന്ന് നോക്കിയിട്ട് അതിനെ സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് സെയിൽ എന്നാണ് നമ്മൾ പറയുക. സെയിലിംഗ് എന്നുള്ളത് പോയി തുടങ്ങിയ ശേഷം ഐ വാസ് എ സെയിലിംഗ്, ദ ബോട്ട് വാസ് എ സെയിലിംഗ്. നമ്മളത് ബോട്ട് ആ കാറ്റ് അനുസരിച്ച്, ആ വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച്, വെതറിൻ്റെ പ്രകൃതി അനുസരിച്ച് നമ്മൾ റെഡി ആകുമ്പോൾ സെറ്റ് സെയിൽ എന്ന് പറയും. സ്റ്റാർട്ട് സെയിൽ എന്നല്ല പറയില്ല. ബൈക്കും കാറും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ബിഗിൻ സെയിൽ പറയണത്, സെയിൽ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. ബിഗിൻ ഈറ്റിംഗ്, ബിഗിൻ സ്റ്റഡിങ് അങ്ങനെയല്ല. അത് സെയിൽ എന്നുള്ളത് നാച്ചുറലായിട്ട് അതിൻ്റെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ബോട്ടിന് നിൽക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് സെയിൽ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് പ്രയോഗം. ദ വെദർ ഇസ് ക്ലിയറിങ്, ഇറ്റ് ഈസ് ടൈം ടു സെറ്റ് സെയിൽ. ഇപ്പോൾ അന്തരീക്ഷം നല്ല രീതിയിലാണുള്ളത്, നന്നായി മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെയിൽ സെറ്റ് ചെയ്താൽ നമ്മുടെ ബോട്ടിൻ്റെ യാത്ര നല്ല രീതിയിൽ പോകും എന്നുള്ളതിന് സെറ്റ് സെയിൽ എന്ന് പറയും. 84 ബി. 85. ആസ് എ മാൻ ഓഫ് ആക്ഷൻ ഹി ഈസ് നാച്ചുറലി ഡാഷ് വിത്ത് ഹിസ് വേർഡ്സ്. മാൻ ഓഫ് ആക്ഷൻ പറഞ്ഞു വെച്ചാൽ അയാൾ, നമ്മൾ ചില ആൾക്കാർ നല്ല വായജാലം ഉണ്ട് എന്ന് പറയും, എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ അത് ചെയ്തു തരാം, ഞാൻ എങ്ങനെ ചെയ്യും, ഇത് എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളത്. പിന്നെ കുറേ ആൾക്കാർ ഒന്നും അധികം പറയില്ല, പക്ഷെ ചെയ്ത് കാണിച്ചു തരും. പ്രവൃത്തിയിലാണ് അവരുടെ ഫോക്കസ് ഉണ്ടാവുക. അവർ മാൻ ഓഫ് വേർഡ്സ് അല്ല, മാൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ മാൻ ഓഫ് വേർഡ്സ്, മാൻ ഓഫ് ആക്ഷൻ എന്ന് രണ്ട് തരമുണ്ട്. അപ്പോൾ ഒരു മാൻ ഓഫ് ആക്ഷൻ സാധാരണ അവർ പറയില്ല, ഞാൻ തന്നെ കൊല്ലും എന്ന് പറയില്ല, കൊല്ലും. അതാണ് മാൻ ഓഫ് ആക്ഷൻ. ഞാൻ ഇത് ചെയ്തു തരാം, ഇത് ചെയ്യാം, ഇത് ചെയ്യും എന്ന് പറഞ്ഞ് നടക്കില്ല, പറഞ്ഞ് പറത്തില്ല, ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ആസ് എ മാൻ ഓഫ് ആക്ഷൻ ഹി ഈസ് നാച്ചുറലി ഡാഷ് വിത്ത് വേർഡ്സ് പറയുമ്പോൾ അധികം വാക്കുകൾ അവർ പറയില്ല. ഇതിന് നമ്മൾ എന്താ പറയേണ്ടത്? ഇതിന് ലാവിഷിങ്, ഫ്രൂഗൽ, കോംപ്ലക്സ്, കാൽക്കുലേറ്റഡ്. ലാവിഷ് പറഞ്ഞു വെച്ചാൽ നിറയെ, നമ്മൾ ലാവിഷ് ഹോട്ടലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നിറയെ റിച്ചായിട്ട് ഉള്ളതാണ് ലാവിഷ്. ഫ്രൂഗൽ ഒന്നുമില്ലാതെ പാവങ്ങൾ, ഉടുക്കാൻ ഒരു തുണി മാത്രം, വീട്ടിൽ ഒരു കിണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരാൾക്ക്, അങ്ങനെ, അത് ഫ്രൂഗൽ. കോംപ്ലക്സ് പറയുന്നത് നമുക്കറിയാം, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളത് എന്നുള്ളത്, അങ്ങനത്തെ വാക്കുകളല്ല അയാൾ ഉപയോഗിക്കുക. കാൽക്കുലേറ്റഡ് പറയുന്നത് അളവായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ 85 നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് നാലുണ്ടെങ്കിലും നമ്മൾ കാൽക്കുലേറ്റഡ് വിത്ത് ഹിസ് വേർഡ്സ് എന്ന് പറയില്ല. വളരെ അളവെടുത്ത് സംസാരിക്കും എന്ന് പറയാൻ കാൽക്കുലേറ്റഡ് വിത്ത് ഹിസ് വേർഡ്സ് എന്നല്ല നമ്മൾ പറയുക. ഫ്രൂഗൽ വിത്ത് ഹിസ് വേർഡ്സ് പറഞ്ഞാൽ അത്യാവശ്യം, ആവശ്യത്തിന് മാത്രം ഒന്നോ അരയോ വാക്ക് മാത്രം പറയും. ഒന്നും മിണ്ടാതിരിക്കണം എന്നാണ് കാൽക്കുലേറ്റഡ് വിത്ത് ഹിസ് വേർഡ്സ്, വളരെ അളവെടുത്ത് പറയുന്നത്. അതല്ല ഫ്രൂഗൽ വിത്ത് ഹിസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അയാൾ സംസാരിക്കാൻ ഉള്ള സമയവും കഴിവും
പ്രവൃത്തിയിൽ കാണിക്കാനാണ് ചിലവാക്കുക. ഫ്രൂഗൽ വിത്ത് ഹിസ് വേർഡ്സ്, ആവശ്യത്തിന് മാത്രം എന്നുള്ളതാണ് ഫ്രൂഗൽ. ചോദ്യം 86. ഹീ ഈസ് സോ ജനറസ് ദാറ്റ് ഹി ക്യാൻ നെവർ സേ ഡാഷ്. നമുക്കിത് വായിക്കാതെ തന്നെ ആൻസേഴ്സ് നോക്കാതെ തന്നെ നമുക്കറിയാം. ഹീ ഈസ് സോ ജനറസ്, അയാൾ ദയാളുവാണ്. എന്ത് ചോദിച്ചാലും ആർക്കുണ്ടെങ്കിലും കാരുണ്യം നിറഞ്ഞ് വാരിക്കോരി തരുന്ന ഒരാളാണ് ജനറസ്. അപ്പോൾ ഹീ ക്യാൻ നെവർ സേ നോ എന്നാണ് അതിൻ്റെ ആൻസർ. നോ എന്ന് പറയില്ല എന്ന് ആണ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുക. ഹീ സോ ജനറസ് ദാറ്റ് ഹി ക്യാൻ നെവർ സേ നോ. ബാക്കി ഓപ്ഷൻസ് ഒന്നും വരില്ല. ഹി ക്യാൻ നെവർ സേ ഓൾ പറഞ്ഞാൽ എല്ലാം, എന്ത് ഓൾ എന്ന് പറയില്ല. ഓൾ എന്ന് എന്തിനു പറയുന്നത്? ഹി ക്യാൻ നെവർ സേ സോ, അങ്ങനെ പറയാൻ പറ്റില്ല. എന്ത് പറയേണ്ട, അയാളൊന്നും പറയില്ലല്ലോ. ഹി ക്യാൻ നെവർ സേ യെസ്, യെസ് എന്ന് പറയില്ല, തീരെ തെറ്റായിപ്പോയി. അയാൾ ജനറസ് ആണെങ്കിൽ, അടിയാണെങ്കിലും ശരി, കാശാണെങ്കിലും ശരി, സ്വത്ത് സമ്പത്താണെങ്കിലും ശരി, വാരിത്തരുന്ന ഒരാൾ. ഹീ സോ ജനറസ് ദാറ്റ് ഹി ക്യാൻ നെവർ സേ നോ. നമ്മൾ എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയാതെ തരും, കർണനെ പോലെ. അതാണ് 86 ഓപ്ഷൻ സി. 87. In spite of the increased police patrolling, the crime rate is dash. Increased police patrolling, പോലീസിൻ്റെ പട്രോൾ കൂടിയ ശേഷവും, ഇൻ സ്പൈറ്റ് ഓഫ്, പോലീസ് പട്രോളിങ് കൂടിയതിന് ശേഷവും, കൂടിയതിൻ്റെ പിന്നിലും കൂടി, ദ ക്രൈം റേറ്റ് എന്തോ സംഭവിച്ചു. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് പറഞ്ഞാൽ എന്നാലും കൂടി, ഇങ്ങനെ സംഭവിച്ചിട്ടും കൂടി എന്ന്. ഇൻസ്പൈറ്റ് ഓഫ് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ പോലീസ് പട്രോളിങ് കൂടുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കും? ക്രൈം റേറ്റ് കുറയണമെന്ന് പ്രതീക്ഷിക്കും. ഇൻസ്പൈറ്റ് ഓഫ് പറഞ്ഞു വെച്ചാൽ പോലീസ് പട്രോളിങ് കൂടിയിട്ടും ഗുണമില്ല എന്നാണ് പറഞ്ഞു വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുക? ഗോയിങ് ഡൗൺ പറഞ്ഞാൽ താഴ്ന്നു പോകണോ, ഡ്വിൻഡ്ലിങ് പറഞ്ഞാൽ വളരെ കുറയണോ, ഗോയിങ് അപ്പ് കൂടണോ, ഡിക്രീസിങ് കുറയണോ. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് 87 ഓപ്ഷൻ സി നമ്മൾ പറയും. ഗോയിങ് അപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ക്രൈം റേറ്റ് കൂടുന്നു. ഗോയിങ് അപ്പിൻ്റെ മീനിങ് വരുന്ന പോലെ വേറെ ഒന്നും ഇവിടെ ഇല്ല. ഗോയിങ് ഡൗൺ, ഡ്വിൻഡ്ലിങ്, ഡിക്രീസിങ് എല്ലാം സുമാർ ഒരേ മീനിങ് ആണ്. കുറയണു എന്നുള്ള അർത്ഥം വരാവുന്ന രീതിയിലുള്ള വാക്കുകളാണ്. നമുക്ക് കൂടുന്നു എന്നാണ് വേണ്ടത്. ക്രൈം കൂടുന്നു, ക്രൈം റേറ്റ് ഇസ് ഗോയിങ് അപ്പ് എന്ന് എഴുതണം. 87 സി. പിന്നെ 88. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഓൾ ഡാഷ് ദ ഡേ. മഴയായിരുന്നു, റെയിനിങ്, സാധാരണ മഴയല്ല, ഹെവിലി റെയിനിങ്, നല്ല മഴയായിരുന്നു. അപ്പോൾ ഓൾ ഡാഷ് ദ ഡേ. ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓവർ ദ ഡേ എന്ന് പറഞ്ഞു വെച്ചാൽ ഓവർ ദി മന്ത് എന്ന് പറയും. ഓവർ ദ ഡേ പറയില്ല. അബൌട്ട് ദ ഡേ എന്ന് പറയില്ല. അബൌട്ട് പറയുമ്പോൾ അബൌട്ട് 7 o'clock എന്ന് പറയുമ്പോഴേ അബൌട്ട് എന്ന് പറയൂ. ത്രൂ ദ ഡേ, ഇതൊരു കറക്റ്റ് ഓപ്ഷനാണ്. ത്രൂ ദ ഡേ പറഞ്ഞാൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ, ആ ദിവസം മുഴുവൻ, ദിവസത്തിലൂടെ, ദിവസം പറയുന്നത് കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി എന്നുള്ളത് മുഴുവനായിട്ട് ത്രൂ ദ ഡേ. ഔട്ട് ദ ഡേ പറഞ്ഞാൽ ആ ഡേൻ്റെ പുറമെ, അങ്ങനെ ഔട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റാവുന്ന ആൻസർ സി, ത്രൂ ദ ഡേ. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഓൾ ത്രൂ ദ ഡേ. ഐ വാസ് ബിസി ഓൾ ത്രൂ ദ ഡേ. ഓൾ ത്രൂ ദ ഡേ ഐ വാസ് ഔട്ട് ഇൻ ദ സൺ. അങ്ങനെ ത്രൂ എന്നുള്ളത് ഒരു ദിവസം മുഴുവൻ, കാലത്ത് മുതൽ വൈകിട്ട് വരെ എന്നുള്ളത്. 88 സി. 89. Being a goal down, the Indian team started an all dash. Being a goal down, ഒരു ഗോൾ പോയതിന് ശേഷം, പോയിരിക്കുന്ന സ്ഥിതിയിൽ, ദ ഇന്ത്യൻ ടീം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഗോൾ പോയി, നമ്മുടെ ബാക്കിയുള്ളവർ ഒരു ഗോൾ സ്കോർ ചെയ്തു. നമ്മൾ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടീം എന്താ ചെയ്യുക? സ്റ്റാർട്ടഡ് ആൻ ഓൾ ഔട്ട് അറ്റാക്ക്. ഓൾ ഔട്ട് അറ്റാക്ക് പറഞ്ഞാൽ നമ്മൾ ഫയറിങ് ഓൺ ഓൾ എഞ്ചിൻസ് എന്ന് പറയണ പോലെ. എന്ന് വെച്ചാൽ ഉള്ള ടീമിലുള്ള 11 പ്ലെയറും അടിച്ചൊടുക്കാൻ ഉള്ള ഒരു മനസ്ഥിതിയോടെ, ഒരു ശ്രമത്തോടെ, ആക്രോശത്തോടെ, അഗ്രസീവായിട്ട് പോകുന്നു എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾ ഔട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കാതെ തന്നെ അറിയാം. 89ൻ്റെ ഓപ്ഷൻ സി ആണ്, ഓൾ ഔട്ട് അറ്റാക്ക്. ഓൾ ത്രൂ ദ അറ്റാക്ക് എന്ന് പറയില്ല, ഓൾ ഇൻ അറ്റാക്ക്, ഓൾ ടെൽ അറ്റാക്ക്, അങ്ങനെ പറയില്ല. അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ടീം ഗ്രൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഒരു ഗോൾ പോയ ശേഷം ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അടുത്ത ഗോൾ നമുക്ക് കിട്ടാനും ഗോൾ പോകാതിരിക്കണം നമ്മൾ എന്ത് ചെയ്യും? ഓൾ ഔട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളും ഒരു ഗോൾ സ്കോർ ചെയ്ത് ഈക്വലൈസ് ചെയ്യാൻ എല്ലാ ശ്രമവും നടത്തും. ഓൾ ഔട്ട് അറ്റാക്ക്. 90. When I was posted to the Cochin office after training in Madras, I asked my bank in Madras to dash my account to Cochin. ഞാൻ മദ്രാസിൽ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം കൊച്ചിനിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ഞാൻ മദ്രാസിലായിരുന്നു കുറച്ച് കാലം, ഇപ്പം ഞാൻ കൊച്ചിനിലേക്ക് പോയി. ഞാൻ എൻ്റെ ബാങ്കിനോട് പറഞ്ഞു, ബാങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിലുള്ള ബാങ്കിനെ കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ടു ഡാഷ് മൈ അക്കൗണ്ട് ടു കൊച്ചിൻ. ഞാൻ കൊച്ചിയിലേക്ക് പോയി. അപ്പോൾ ബാങ്കിനെ കൊണ്ട് നമ്മൾ എന്ത് പറയും? ഈ അക്കൗണ്ടിനെയും കൊച്ചിയിലേക്ക് ആക്കണം എന്ന് പറയും. അതിന് നമ്മൾ ട്രാൻസ്ഷിപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ സിംഗപ്പൂരിലേക്ക് കൊളംബോ വഴി പോവുകയാണ്. ട്രാൻസ്ഷിപ്പ്, ഒരു സ്ഥലത്ത് പോയി മാറ്റി കയറി പോകുന്നത് ട്രാൻസ്ഷിപ്പ്. ട്രാൻസ്ഫോം പറഞ്ഞത് മാറ്റുക. ടാഡ്പോൾ ഫ്രോഗായിട്ട് ട്രാൻസ്ഫോർം ചെയ്യും, അതിൻ്റെ പേര് മെറ്റമോർഫോസിസ്. ട്രാൻസാക്ട് പറഞ്ഞാൽ ഇടപാട് നടത്തുക. ഞാൻ കൗണ്ടറിൽ ക്യാഷ് കൊടുത്തു, അവർ എൻ്റെ പാസ്ബുക്കിൽ എൻട്രി ഇട്ട് തന്നു. ഞാൻ കാശ് കൊടുത്തു, അവർ ഡ്രാഫ്റ്റ് തന്നു, അത് ട്രാൻസാക്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നത് മാറ്റുക. അക്കൗണ്ടിനെ ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് മാറ്റാൻ ഞാൻ ബാങ്കിനോട് പറഞ്ഞു എന്നുള്ളത് അർത്ഥം വരണമെങ്കിൽ 90യുടെ ഓപ്ഷൻ ഡി, ട്രാൻസ്ഫർ.
ഇപ്പോൾ നമ്മൾ 90 ക്വസ്റ്റ്യൻസ് കണ്ണൂരിലത്തെ കണ്ടു. 71 മുതൽ 90 വരെ ഉള്ളതായിരുന്നു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. കണ്ണൂർ 8807 PSCയുടെ LDC ചോദ്യങ്ങളായിരുന്നു അത്. താങ്ക് യു.